നേരത്തെ കണ്ണൂരിൽ പോലീസുകാരിൽ നിന്ന് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു. അതിൽ പോലീസുകാരിൽ നിന്നും നേരിട്ടത് ക്രൂരമർദ്ദനമെന്നാണ് കോൺഗ്രസ് നേതാവ് രഞ്ജിത്ത് പറയുന്നത്. സമീപത്തുണ്ടായ ആളുകൾ ഇടപെട്ടാണ് തന്നെ പോലീസുകാരിൽ നിന്നും രക്ഷിച്ചത്. രക്ഷിക്കാൻ ശ്രമിച്ചവർക്ക് നേരെയും മർദ്ദന ശ്രമം ഉണ്ടായെന്നും രഞ്ജിത്ത് പറയുന്നു. ഡ്രെയിനേജിൻ്റെ മുകളിലൂടെ സ്ലാബ് ടൈൻ്റെ മുകളിലൂടെ കയറി നിന്നു. അന്നേരമാണ് പിന്നെ ഇവൻ അവരെ കൂടിയുള്ള ഒരുത്തൻ ആദ്യം നിന്നെ ഒരാഴ്ചയാണ് നമ്മൾ പരതി കണക്കുന്നതായിട്ട് കോൾഡർ വലിച്ച് റോട്ടിലേക്ക് എറിയുന്ന ഒരവസ്ഥയുണ്ടായത്. ഒരു 5 മിനിറ്റ് തുരുതുര അടിയാ, തലപൊന്തിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായത്. എന്തിനടിച്ചു ഏതിനടിച്ചു എന്നുള്ള കഥയൊന്നും അവർ പറയുന്നില്ല. ഒരു ബന്ധവുമില്ല, അവരൊന്നും ഒരു ബന്ധവുമില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല. വിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. വിജീഷ്, അപ്പോൾ നേരിട്ടത് അതിക്രൂരമായ മർദ്ദനം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ സംഭവത്തെ എങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അതായത് ഇത് പെരുന്നാൾ ദിവസം വൈകിട്ട് 9:00 ഈ സംഭവം നടക്കുന്നത്. കണ്ണൂർ കവിതാ തിയേറ്ററിനടുത്ത് ഉള്ള ഒരു തട്ടുകടയിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള രഞ്ജിത്ത് ഒരു ചായ കുടിക്കുന്നതിനായി എത്തിയതായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഓർഡർ നൽകുന്നതിനിടെ ഈ പോലീസുകാരായി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇദ്ദേഹം കണ്ടിരുന്നു. പക്ഷെ പോലീസുകാരാണെന്നുള്ളൊരു വിവരം രഞ്ജിത്തിനുണ്ടായിരുന്നില്ല. അതിനിടയിൽ അവിടെ നൽകാനുള്ള ചില ഭക്ഷണങ്ങൾ സംബന്ധിച്ച് പോലീസുകാർ കടക്കാരനോട് നിർദ്ദേശിക്കുന്ന സമയത്ത് അതിനുവേണ്ടി രഞ്ജിത്തും കൂടി ആവശ്യപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ ചെറിയ തരത്തിലുള്ള മുറിവുറുപ്പ് തുടങ്ങി എന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത്. അത് കഴിഞ്ഞാണ് ഇത്തരത്തിൽ രഞ്ജിത്തിന് നേരെ ഈ സംഘം ആക്രമണം നടത്തിയത്. ആദ്യം ഈ പോലീസുകാരുടെ കൂടെ ഉണ്ടായിരുന്ന തൻസീർ എന്ന് പറയുന്ന ആളാണ് രഞ്ജിത്തിനെ അടിച്ചത്. തുടർന്ന് അദ്ദേഹം അവിടെ തന്നെ വീണുപോയ ഘട്ടത്തിൽ ഈ പറയുന്ന കണ്ണൂർ ടൗൺ സ്റ്റേഷനിലുള്ള രജീവൻ, അതേപോലെ തന്നെ മറ്റൊരാൾ കൂടി, അവർ വിനു കൃഷ്ണൻ തുടങ്ങിയ 2 പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. 3 പേരും ചേർന്ന് സംഘം ചേർന്ന് മൃഗീയമായി തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് രഞ്ജിത്ത് ഇപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും ഈ പോലീസുകാർ അതിൽ നിന്നും പിന്മാറിയില്ല. പോലീസ് വേഷത്തിലായിരുന്നില്ല, സിവിൽ ഡ്രസ്സിലാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ വാഹനം കുറച്ചു ദൂരെ മാറ്റി പാർക്ക് ചെയ്തിരുന്നതായും രഞ്ജിത്ത് പറയുന്നുണ്ട്. ഏതായാലും സംഭവം സംബന്ധിച്ച് അന്ന് രാത്രി തന്നെ രഞ്ജിത്ത് പരാതി ടൗൺ പോലീസിൽ നൽകിയിരുന്നു. പക്ഷേ അതിനകത്ത് കേസെടുക്കുന്നത് ഇന്നലെ രാത്രി വൈകിട്ടായിരുന്നു. ചില നീക്കങ്ങൾ ഇതിനകത്ത് നടന്നിരുന്നു ഈ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടി. പക്ഷേ അതിന് രഞ്ജിത്ത് നിന്നില്ല. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ടൗൺ പോലീസ് സംഭവം സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ടൗൺ പോലീസ് അന്വേഷണം വിശദമായി തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ജിൽസി, വിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്.